ഒരു ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് നമ്മൾ പറയുന്ന വാല്യൂ കണ്ടെത്തിയ ശേഷം ആ ടേബിളിലെ മറ്റ് കോളങ്ങളിൽ നിന്ന് ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. VLOOKUPലെ V എന്നത് വെർട്ടിക്കലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗൂഗിൾ ഷീറ്റ്സിലെ VLOOKUP ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം VLOOKUP ഫംഗ്ഷൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം. അതിനുശേഷം VLOOKUP ഫോർമുല എങ്ങനെ എഴുതണം എന്നതിലേക്ക് പോകാം. ഈ ടേബിൾ നോക്കാം. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ടേബിളാണിത്. ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി കോഡ്, രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയി നെയിം, മൂന്നാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ, അതിനടുത്ത കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, അഞ്ചാമത്തെ കോളത്തിൽ സാലറി എന്നിവ കൊടുത്തിരിക്കുന്നു. ഇനി ഈ സെല്ല് നോക്കാം. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. ഈ ടേബിളിലെ ഒന്നാമത്തെ കോളത്തിലുള്ള എംപ്ലോയി കോഡുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് ഞാനൊരു എംപ്ലോയി കോഡ് സെലക്ട് ചെയ്യുന്നു, XNC8. താഴോട്ടുള്ള സെല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ XNC8 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ. വീണ്ടും എംപ്ലോയി കോഡ് ഞാൻ ചേഞ്ച് ചെയ്യുന്നു, XNC2. അതിനനുസരിച്ച് താഴെയുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. നോക്കുക, XNC2 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവയാണ് ഇവിടെ കാണുന്നത്. VLOOKUP ഫംഗ്ഷനാണ് ഈ ഫോർമുലകൾ എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി VLOOKUP ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഒരു ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് നമ്മൾ പറയുന്ന വാല്യൂ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ശേഷം ആ ടേബിളിലെ മറ്റ് കോളങ്ങളിൽ നിന്ന് ഈ കണ്ടെത്തിയ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ടേബിളിൽ നിന്ന് XNC5 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ സാലറി എങ്ങനെയാണ് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഈ സെൽ സെലക്ട് ചെയ്യുന്നു, ഈക്വൽ VLOOKUP, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് കാണുന്നത്. VLOOKUP ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സെർച്ച് കീ. സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടുന്ന വാല്യൂ ഏതോ ആ വാല്യൂ ആണ് സെർച്ച് കീ. ഇവിടെ XNC5 എന്ന എംപ്ലോയി കോഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഡബിൾ കോട്ട്സിനുള്ളിൽ XNC5 എന്ന് ടൈപ്പ് ചെയ്യാം. ഡബിൾ കോട്ട്സ് XNC5 ഡബിൾ കോട്ട്സ് കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. ഏത് ടേബിളിൽ നിന്നാണോ ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് ആ ടേബിളാണ് റേഞ്ച്. ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ്. XNC5 എന്ന എംപ്ലോയി കോഡ് ഈ ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഈ ടേബിളിലെ എത്രാമത്തെ കോളത്തിൽ നിന്നാണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് ഇൻഡെക്സ്. നമുക്കിവിടെ XNC5 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ സാലറിയാണ് വേണ്ടത്. സാലറി ഉള്ളത് ഈ ടേബിളിലെ അഞ്ചാമത്തെ കോളത്തിലാണ്. സോ 5 ആണ് ഇൻഡെക്സ്, 5, കോമ, നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഈസ് സോർട്ടഡ്. ഇതൊരു ഓപ്ഷണൽ ആർഗ്യുമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ VLOOKUP ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് മാച്ചിന് വേണ്ടിയാകും സെർച്ച് ചെയ്യുക. എക്സാക്ട് മാച്ചിന് വേണ്ടി, അതായത് XNC5 എന്ന എംപ്ലോയി കോഡ് കണ്ടെത്തിയാൽ മാത്രം വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ട് ഫോൾസ് എന്ന വാല്യൂ ഉപയോഗിക്കുക. ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, XNC5 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാലറി ഇവിടെ കിട്ടി. ഇനി XNC5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിമാണ് വേണ്ടതെങ്കിൽ നെയിം എന്ന കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ ഫോർമുലയിൽ ഉപയോഗിക്കുക. നെയിം ഉള്ളത് രണ്ടാമത്തെ കോളത്തിലാണ്, 5ന് പകരം 2, എൻ്റർ. നോക്കുക, XNC5 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ നെയിം നമുക്കിവിടെ കിട്ടി. ഇനി XNC5ന് പകരം XNC10 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ XNC10 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാകും ഫോർമുല റിട്ടേൺ ചെയ്യുക. ഇനി തൊട്ട് മുമ്പ് കണ്ട പോലെ ഒരു അറേഞ്ച്മെൻറ്റ് രണ്ടാമത്തെ ഷീറ്റിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഈ സെല്ലിൽ എംപ്ലോയി കോഡുകളുടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവാം. ഡേറ്റ വാലിഡേഷൻ, ക്രൈറ്റീരിയ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്യ ഡേറ്റ റേഞ്ച്. എംപ്ലോയി കോഡുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഓൺ ഇൻവാലിഡ് ഡേറ്റ, റിജക്റ്റ് ഇൻപുട്ട്, സേവ്. ഇനി ഈ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയി കോഡുകളുടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ VLOOKUP, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സെർച്ച് കീ, എംപ്ലോയി കോഡാണ് സെർച്ച് കീ. ഇനി ഈ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം.
നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ ഡോളർ സൈൻ ആഡ് ചെയ്യപ്പെട്ടു. അതായത് സെൽ റെഫറൻസ് അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. ഇങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ I7, I8, I9 ഒക്കെ ആയിട്ട് മാറും. അത് ഒഴിവാക്കാനാണ് സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുന്നത്. കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റേഞ്ച്, ടേബിൾ സെലക്ട് ചെയ്യുക, വീണ്ടും F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ഇൻഡെക്സ്, എംപ്ലോയി നെയിം ഉള്ളത് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ്, 2 ഇൻഡെക്സ്, കോമ, എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, XNC5 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം ഇവിടെ കിട്ടി. ഇനി എംപ്ലോയി കോഡ് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. നോക്കുക, അതിനനുസരിച്ച് എംപ്ലോയി നെയിം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. എല്ലാ സെല്ലുകളിലും ഒരേ വാല്യൂ തന്നെയാകും വരിക, കാരണം എല്ലാ ഫോർമുലയിലും ഒരേ ഇൻഡെക്സ് നമ്പർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡെസിഗ്നേഷൻ ഉള്ളത് ഈ ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലാണ്, ഇൻഡെക്സ് നമ്പർ 3 ആക്കുന്നു. ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് 4ാമത്തെ കോളത്തിലാണ്, ഇൻഡെക്സ് നമ്പർ 4 ആക്കുന്നു. സാലറി 5ാമത്തെ കോളത്തിലാണുള്ളത്, 5, എൻ്റർ. വീണ്ടും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് എംപ്ലോയി കോഡ് ചേഞ്ച് ചെയ്യുന്നു. നോക്കുക, അതിനനുസരിച്ച് ഇവിടെയുള്ള എല്ലാ വാല്യൂസും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചിട്ട് ഈ 4 വാല്യൂസും എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. ഈക്വൽ VLOOKUP, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെർച്ച് കീ, എംപ്ലോയി കോഡാണ് സെർച്ച് കീ, F4, കോമ, റേഞ്ച്, ടേബിൾ സെലക്ട് ചെയ്യുന്നു, F4, കോമ, ഇൻഡെക്സ് എന്ന ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് റോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. റോസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, H7, ഈ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുന്നു, F4, കോളൻ, H8, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോർമുല ഓട്ടോ ഫില്ല് ചെയ്യുന്നതിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് ഫില്ല് ചെയ്യപ്പെട്ടത് കാണാം. ഇവിടെ ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് റോസ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. റോസ് ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എക്സലിലെ റോസ് ഫംഗ്ഷനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. വളരെ പവർഫുള്ളായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷനുകളൊന്നാണ് VLOOKUP ഫംഗ്ഷൻ എങ്കിൽ പോലും VLOOKUP ഫംഗ്ഷന് ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് VLOOKUP ഫംഗ്ഷന് ഇടതുവശത്തേക്ക് ലുക്കപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം പോരായ്മകൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് മാച്ച് ഫോർമുലയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.